KCയുടെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എന്താണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ 3:2 മെജോറിറ്റിയിലാണ് ആ ഡിസിഷൻ വന്നത്. അപ്പൊ 3:2 മെജോറിറ്റിയിൽ വന്നതുകൊണ്ട് തന്നെ എന്തായാലും ഇത് വേറൊരു ഹയർ ബെഞ്ചിലോട്ട് റെഫർ ചെയ്തു പോയി. ഒരു 11 ബെഞ്ച്, നേരത്തെ 5 ബെഞ്ച് ആയിരുന്നു. ഇപ്പൊ ആ 5 ബെഞ്ച് ഡിസിഷൻ ഒരു കോൺഫ്ലിക്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റെഫർ ഒക്കെ ചെയ്ത് പോകുമ്പോൾ അതിനേക്കാളും കൂടുതൽ ജഡ്ജസ് ഇരിക്കുന്ന ബെഞ്ചിലേക്ക്, ഈ 5 ജഡ്ജ് എന്ന് പറഞ്ഞാൽ 5 ജഡ്ജിമാരുള്ളതാണ് ഇത്, അതിനേക്കാളും കൂടുതൽ ജഡ്ജസ് ഉള്ള ബെഞ്ചിലേക്ക് റെഫർ ചെയ്യണം. അതായത് 11 ബെഞ്ചിലോട്ട് റെഫർ ചെയ്തു. അപ്പൊ 5 ജഡ്ജ് ബെഞ്ച് പറഞ്ഞ ഡിസിഷനെ ഓവർറൂൾ ചെയ്യാനുള്ള റൈറ്റ് ആ 11 ബെഞ്ച് ഡിസിഷനുണ്ട്. അങ്ങനെ എങ്ങോട്ട് പോയി? 11 ബെഞ്ച് ഡിസിഷനിലോട്ട് പോയി. അങ്ങനെ വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. വെരി ഇമ്പോർട്ടന്റ് കേസ്, IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967. അപ്പൊ IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ എന്തോ പറഞ്ഞെന്നറിയോ? IC ഗോലക്നാഥ് പറഞ്ഞു പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ് അബ്രിഡ്ജ് ചെയ്യാനുള്ള, അമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതായത് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റിനെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ആർട്ടിക്കിൾ 13 വയലേഷൻ ആണ്. ആർട്ടിക്കിൾ 13 പറയുന്ന ലോയില് അമെൻമെന്റ് പ്രകാരമുള്ള ലോയും വരും എന്ന് പറഞ്ഞു. അപ്പോ ആർക്ക് കൂടുതൽ പോയിന്റ് കിട്ടി? ആർക്കൊരു പോയിന്റ് കിട്ടി? ആർട്ടിക്കിൾ 13 ഒരു പോയിന്റ് കിട്ടി. ആർട്ടിക്കിൾ 13 ഒരു പോയിന്റ് കിട്ടിയില്ലേ? ആർട്ടിക്കിൾ 13 ഒരു പോയിന്റ് കിട്ടി. അപ്പൊ ആർക്ക് പോയിന്റ് കിട്ടി? ആർട്ടിക്കിൾ 13 ഇവിടെ പോയിന്റ് കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? നേരത്തെ ഉണ്ടായിരുന്ന 2 ഡിസിഷനും ഓവർ റൂൾ ചെയ്ത് പുതിയ ഡിസിഷൻ വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന 2 ഡിസിഷനും അല്ല ശരി എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പുതിയ ഡിസിഷൻ കൊണ്ടുവരികയാണ്. ഏതിനകത്ത്? IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, വെരി ഇമ്പോർട്ടന്റ് ഡിസിഷൻ. ആർട്ടിക്കിൾ 13 ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 368 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നിയമവും ഉണ്ടാക്കാൻ പാടില്ല എന്ന് 11 ജഡ്ജുള്ള ബെഞ്ച് ഡിസൈഡ് ചെയ്തു. IC ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ ഓവർ റൂൾ ചെയ്തു. എന്നിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇത്. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത കേസ് ഏത് എന്ന് ചോദിക്കാം. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത കേസ് ഏതെന്ന് ചോദിച്ചാലും ആൻസർ IC ഗോലക്നാഥിന്റെ കേസാണ്. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത കേസ് ഏത് എന്ന് ചോദിച്ചാലും ആൻസർ ഏതാണ്? IC ഗോലക്നാഥിന്റെ കേസാണ്. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് അപ്ലൈ ചെയ്ത കേസ് ഏത് കേസാണ്? IC ഗോലക്നാഥിന്റെ കേസ്. എന്താണ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് എന്ന് വെച്ചാൽ നോക്ക്, നമ്മൾ കണ്ടു ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു, 17th കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ടിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു. അതൊക്കെയാണല്ലോ നമ്മൾ ശങ്കരി പ്രസാദിലും സജ്ജൻ സിംഗിലും ഡിസ്കസ് ചെയ്തത്. അപ്പൊ ശങ്കരി പ്രസാദിലും സജ്ജൻ സിംഗിലും പറഞ്ഞു ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഒക്കെ വാലിഡ് ആണ്, കാരണം ആർട്ടിക്കിൾ 13 പ്രിവ്യൂലുള്ള ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ വരില്ല, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ആ 2 അമെന്റ്മെന്റിനെയും ശരിവെച്ചു. പക്ഷേ ആലോചിക്ക്, നമ്മുടെ ഈ പറഞ്ഞ ഏത് കേസില്? സജ്ജൻ സിംഗിന്റെ കേസില് അല്ല, ഈ പറഞ്ഞ IC ഗോലക്നാഥിന്റെ കേസില് നേരത്തെ പറഞ്ഞ 2 ഡിസിഷനും തെറ്റാണ്. ഇപ്പോ ഇവരെ പറഞ്ഞ ഡിസിഷനാണ് ശരി. അങ്ങനെ വലിയ ബെഞ്ച് ഓവർ റൂൾ ചെയ്ത ആ ഡിസിഷൻ ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. അപ്പോ മറ്റേ 2 ഡിസിഷനും പ്രിവെയിൽ ചെയ്യില്ല. ഇനി തൊട്ട് ഇതാണ് ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ഇതാണ് ലോ എന്നുള്ളതാണ്. അപ്പോ പഴയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിന് എന്ത് സംഭവിക്കണം? എന്തായാലും കോടതിയിൽ എല്ലാവരും എത്തിയില്ലേ? അപ്പൊ അത് 2 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ആ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിനെയും സ്റ്റക്ക് ഡൗൺ ചെയ്യണമെന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ പിടിച്ച് ലാൻഡൊക്കെ തിരിച്ചു കൊടുക്കുന്നത് എന്തോ ആയിക്കോട്ടെ, അത് 2 ഇൻവാലിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഗോലക്നാഥ് പറഞ്ഞു ഈ ഗോലക്നാഥിൽ കൊണ്ടുവന്ന ഡിസിഷൻ ഉണ്ടല്ലോ, അത് നേരത്തെ വരെയുള്ള അമെന്റ്മെന്റ്സിനൊന്നും ആപ്ലിക്കബിൾ അല്ല, ഇനിയുള്ള അമെന്റ്മെന്റ്സിന് മാത്രമാണ് ആപ്ലിക്കബിൾ. ഓക്കെ, ഇനിയുള്ള അമെന്റ്മെന്റിന് മാത്രമാണ് ആപ്ലിക്കബിൾ. ഓക്കെ, അതാണ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്. ഡിഡ് നോട്ട് അഫക്ട് പാസ്റ്റ് അമെന്റ്മെന്റ്സ്. 2 തരത്തിലുള്ള എഫക്ട് ഉണ്ട് നിങ്ങളെ, പ്രോസ്പെക്റ്റീവും ഉണ്ട് റെട്രോസ്പെക്റ്റീവും ഉണ്ട്. നോക്ക്, പ്രോസ്പെക്റ്റീവ്
പ്രോസ്പെക്റ്റീവും ഉണ്ട്, റെട്രോസ്പെക്റ്റീവും ഉണ്ട്. റെട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? മുൻകാല പ്രാബല്യത്തില്, അതായത് ഇപ്പൊ ഒരു സംഭവം വന്നാൽ അത് ഇനിയുള്ളതിൽ മാത്രമല്ല പണ്ടത്തതിനും ആപ്ലിക്കബിൾ ആണ്, മുൻകാല പ്രാബല്യത്തിൽ. പ്രോസ്പെക്റ്റീവ് ഇങ്ങനെയല്ല, ഇനിയുള്ളതിന് മാത്രം ആപ്ലിക്കബിൾ. ഓക്കെ, അപ്പൊ ഇതിനകത്താണ് പ്രോസ്പെക്റ്റീവ് ഓവർ റോളിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഏതിനകത്ത് ചോദിക്കും? വിച്ച് കേസ് ഇൻട്രൊഡ്യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് ഇൻ ഇന്ത്യ? വിച്ച് കേസ്? IC ഗോലഖ്നാഥ് കേസ്. IC ഗോലഖ്നാഥ്. അപ്പൊ IC ഗോലഖ്നാഥിന് എന്തോ പറഞ്ഞു? ഇതുവരെ വന്ന അമെന്റ്മെന്റ്സ് ഒക്കെ അങ്ങനെ ഇരുന്നോട്ടെ, അതൊന്നും ഇൻവാലിഡേറ്റ് ചെയ്യണ്ട. ഇപ്പൊ 17th അമെന്റ്മെന്റ് ആണല്ലോ നമ്മുടെ ഇതില് സജ്ജൻ സിംഗ് ചോദിച്ചത്, അത് റെഫർ ചെയ്താണല്ലോ ഇവിടെ എത്തിയത്. 17th അമെന്റ്മെന്റ് ആക്ടിനും ഇത് ആപ്ലിക്കബിൾ അല്ല, 17th അമെന്റ്മെന്റ് ആക്ടും വാലിഡ് തന്നെ. പക്ഷേ ഇനി എന്തെങ്കിലും അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ അമെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇതുവരെ ഉള്ളതിനെ നമ്മൾ അഫക്ട് ചെയ്യുന്നില്ല, ഇനിയുള്ളതിന് മാത്രം ആപ്ലിക്കബിൾ, ഇനിയുള്ളതിന് മാത്രം ആപ്ലിക്കബിൾ എന്ന് എഴുതി പറഞ്ഞു. IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. കഥ ക്ലിയർ അല്ലേ? ആദ്യം ഫണ്ടമെന്റൽ റൈറ്റിന് അമെന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് ആദ്യം ഏത് കേസ് ചോദിച്ചു? ശങ്കരി പ്രസാദി. പറ്റും എന്ന് പറഞ്ഞു. രണ്ടാമത് ഏത് വന്നു? സജ്ജൻ സിംഗ്, സെയിം ഒപ്പീനിയൻ, പറ്റും എന്ന് പറഞ്ഞു. മൂന്നാമത് ഏത് വന്നു? IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. IC ഗോലഖ്നാഥിൽ എന്തോ പറഞ്ഞു? IC ഗോലഖ്നാഥ് പറഞ്ഞു പറ്റില്ല, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പറ്റില്ല, ഇനി വരുന്നതിൽ മാത്രം പറ്റില്ല. ഇനി ഒരിക്കലും ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ലോ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുവരെ അമെന്റ് ചെയ്തതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇതുവരെ കൊണ്ടുവന്ന അമെന്റ്മെന്റ് എന്നും നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഡിക്ലെയർ ചെയ്യുന്നില്ല, ഇതുവരെ ഉള്ളത് ഇരിക്കട്ടെ, ഇനി പറ്റില്ല. അതാണ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്. മുൻകാല പ്രാബല്യത്തിൽ ആപ്ലിക്കബിലിറ്റി ഇല്ല, ഇനി മാത്രം. അതാണ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്. അപ്പൊ പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് കൊണ്ടുവന്ന കേസ് ചെയ്ത് IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് നമ്മുടെ 13 പോയിന്റ് ഇട്ടാണ്. പക്ഷെ ആദ്യമായിട്ട് പോയിന്റ് കിട്ടിയെങ്കിലും പ്രിവെയിൽ ചെയ്യുന്ന ഏതാണ്? ഇതാണ്. കാര്യം 11 ജഡ്ജിന്റെ ഡിസിഷൻ ആണ്. ഇതാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഡിസിഷൻ. മറ്റേനൊക്കെ ഓവർ റൂൾ ചെയ്തു. അതാണ് IC ഗോലഖ്നാഥ്. അപ്പൊ ശങ്കരി പ്രസാദ്, സജ്ജൻ സിംഗ്, IC ഗോലഖ്നാഥിലെ പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗും കൊണ്ടുവന്നു. അങ്ങനെ അപ്പൊ നമ്മളെ സ്കോർ കാർഡിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്, പാർലമെന്റ് സുപ്രീം കോടതിയായിട്ടുള്ള ഒരു കളിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആര് കൊണ്ടുവന്നു? പാർലമെന്റ് കൊണ്ടുവന്നു. പാർലമെന്റിൽ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരാൻ പറ്റും. 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നു 1971. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് പഠിക്കാനുള്ളത് പഠിക്കും. അപ്പൊ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1971 കൊണ്ടുവന്നു. ആ അമെന്റ്മെന്റ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? നമ്മുടെ ഗോലഖ്നാഥിന്റെ ഡിസിഷൻ ഓവർ റൂൾ ചെയ്ത് കളയുക. ഗോലഖ്നാഥ് ഒരു തഗ് ഓഫ് വാർ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ജുഡീഷ്യറി ആണെന്ന് നമുക്ക് പറയാം. അതിന്റെ ഡിസിഷൻ, അതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ ഗോലഖ്നാഥ് പറഞ്ഞില്ലേ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇനി ഒരു ലോയും ഉണ്ടാക്കരുതെന്ന്. അത് വെട്ടിക്കളയുക, ഞങ്ങൾക്ക് ഉണ്ടാക്കണം ഫണ്ടമെന്റൽ റൈറ്റിന് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ലോ എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്നതാണ് എന്ത്? 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിൽ എന്ത് ചെയ്തു എന്നറിയോ? പുതിയ 2 ക്ലോസ് ആഡ് ചെയ്തു. എവിടേക്കാ? ആര് തമ്മിലായിരുന്നു നമ്മൾ നേരത്തെ യുദ്ധം കണ്ടുകൊണ്ടിരുന്നത്? നമ്മൾ ഇത്രയും നേരം യുദ്ധം, നമ്മൾ ആ സ്കോർ കാർഡ് വരച്ചത് ആർക്ക് വേണ്ടി, എന്ത് നോക്കാനായിരുന്നു? 13 പ്രിവെയിൽ ചെയ്യോ 368 പ്രിവെയിൽ ചെയ്യോ എന്ന് അറിയാനല്ലേ? അപ്പോ നമ്മളെ സ്കോർ കാർഡ് എവിടെ പോയോ? 13 368 ആയിരുന്നല്ലോ നമ്മളെ സ്കോർ കാർഡിലെ പ്രശ്നം. അപ്പോ എന്ത് ചെയ്തു? ആ പ്രശ്നക്കാരനായ 13ലും 368ലും തന്നെ 13ലും 368ലും തന്നെ പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അപ്പോ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വന്നു. IC ഗോലഖ്നാഥിനെ ഓവർ റൂൾ ചെയ്യാൻ ആ അമെന്റ്മെന്റ് ആക്ടിൽ ഭയങ്കര പ്രത്യേകപരമായിട്ടുള്ള ഒരു നീക്കമാണ് നമ്മുടെ പാർലമെന്റ് നടത്തിയത്. ആർട്ടിക്കിൾ 13നെയും ആർട്ടിക്കിൾ 368നെയും തന്നെ അമെന്റ് ചെയ്തു. ആർട്ടിക്കിൾ 13നെയും ആർട്ടിക്കിൾ 368നെയും തന്നെ അമെന്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 13ന്റെ അടുത്ത് ഒരു പുതിയ ക്ലോസ് ആഡ് ചെയ്യാണ്, 13 ക്ലോസ് 4. 13 ക്ലോസ് 4ന്റെ ക്രച്ച് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ലോ അല്ല. 13 പറയുന്നുണ്ടല്ലോ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ലോ ഉണ്ടാക്കരുത്. 13ന്റെ തൊട്ട് താഴെ തന്നെ 13 ഒരു പുതിയ ക്ലോസ് ആഡ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഈ ആർട്ടിക്കിൾ 13ന്റെ ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരില്ല. പുതിയ അമെന്റ്മെന്റ്. എന്നിട്ട് 368നും പുതിയൊരു ആർട്ടിക്കിൾ, ഒരു ക്ലോസ് ആഡ് ചെയ്തു, ക്ലോസ് 3. ക്ലോസ് 3ൽ എന്തോന്ന് പറഞ്ഞു? പാർലമെന്റ് ക്യാൻ അമെന്റ് എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതാണ് ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ ഏത് പാർട്ട് വേണോ അമെന്റ് ചെയ്യാന്ന് പറയുന്ന ഒരു പുതിയ ക്ലോസും കൂടി എവിടെ ആഡ് ചെയ്തു? ആർട്ടിക്കിൾ 368 ക്ലോസ് 3ൽ ആഡ് ചെയ്തു. ഏത് കേസില്?
അല്ലെ, കേസിലല്ല, 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടില്. സോ നമ്മൾ IC ഗോളത്തിനകത്ത് പറഞ്ഞില്ലേ, കോടതി പറഞ്ഞില്ലേ, ഈ പാർലമെന്റ് നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെന്റ് ചെയ്യാൻ പറ്റില്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെന്റ് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആർട്ടിക്കിൾ 13 പ്രിവ്യൂല് ലോ ആയിട്ട് വരും എന്ന് പറഞ്ഞു. അതിന് ഓവർ റൂൾ ചെയ്യാൻ, അതിനെ സ്റ്റക്ക് ഡൗൺ ചെയ്യാൻ അതിബുദ്ധിപരമായ നീക്കം 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1971 കൊണ്ടുവന്നു. പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിലൂടെ നമുക്ക് പോണ്ട, കൊണ്ടുവന്നിട്ട് പുതിയ 2 ക്ലോസസ് ആഡ് ചെയ്തു. ആർട്ടിക്കിൾ 13 ക്ലോസ് 4ഉം ആർട്ടിക്കിൾ 368 ക്ലോസ് 3ഉം. 13 ക്ലോസ് 4ൽ എന്തോ പറഞ്ഞു, ആ ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിൽ വരുന്ന ലോ ആർട്ടിക്കിൾ 13 ലോയിൽ വരില്ല. 368 എന്തോ പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ് വേണമെങ്കിലും പാർലമെന്റിന് അമെന്റ് ചെയ്യാം, ഏത് പാർട്ടും അമെന്റ് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്നു, 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1971. ഇത്രയും നാളുണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചില്ലേ? പാർലമെന്റ് തന്നെ ലോ ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ? സുപ്രീം കോടതി എന്ത് പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ് അമെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ തൊട്ടടുത്ത എന്താ നോക്ക്, നമ്മുടെ IC ഗോലഖ്നാഥിന്റെ ഡിസിഷൻ 1967 വരുന്നു. പെട്ടെന്ന് തന്നെ 1971 പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് എന്തോ പറഞ്ഞു, പാർലമെന്റിന് അമെന്റ് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സും അമെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അടങ്ങിയിരിക്കൂ. 24th അമെന്റ്മെന്റ് ആക്ടിന് ചലഞ്ച് ചെയ്യണ്ടേ? 24th അമെന്റ്മെന്റ് ആക്ടിന് ചലഞ്ച് ചെയ്തുകൊണ്ട് എവിടെ എത്തി? കോടതിയിലെത്തി. പുതിയ കേസ്, ലാൻഡ്മാർക്ക് കേസ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ഒരിക്കലും മറക്കരുത്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആദ്യമായിട്ട് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഡിസിഷൻ എന്ത്? 1973. അപ്പൊ 1973 എന്താണ് ക്വസ്റ്റ്യൻ ചെയ്തത്? 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ഒരുപാട് ഡിസ്കഷൻസ് നടന്നു. ലോങ്സ്റ്റ് ജഡ്ജ്മെന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇമ്പോർട്ടന്റ് കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മളെ സ്റ്റേറ്റ് ഓഫ് കേരള ഇതിൽ എന്തോ പറഞ്ഞു, പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ് അമെന്റ് ചെയ്യാം. ഓക്കെ, നേരത്തെ 24th അതാണല്ലോ പറഞ്ഞത്, പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെന്റ് ചെയ്യാം. നമ്മൾ ആർട്ടിക്കിൾ 368 ക്ലോസ് 3 എന്ന് പറയുന്ന പുതിയ ആർട്ടിക്കിൾ വന്നില്ലേ? ഈ 368 ക്ലോസ് 3 വരുന്നതിന് മുൻപ് തന്നെ പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ട് വേണമെങ്കിലും അമെന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഉൾപ്പെടും. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് വേണോ, അമെന്റ് ചെയ്തോ, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ അമെന്റ്മെന്റ് കൊണ്ടുവരരുത്. എന്ത് പറഞ്ഞു? കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ അമെന്റ്മെന്റ് കൊണ്ടുവരരുത്. എന്താണ് ബേസിക് സ്ട്രക്ചർ? അപ്പോ ആ സമയത്ത് ഈ കേശവാനന്ദ ഭാരതിനും ചോദിക്കാം. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അന്ന് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? CJ സിക്രി. ഓക്കെ, CJ സിക്രി. അപ്പോ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒക്കെ നിങ്ങളൊരു എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കാം. ഇതെന്റെ വീടാണ്. ഞാൻ പറയാണ്, നിങ്ങൾ ഈ വീട് പുതുക്കി പണിതോ. പക്ഷേ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീടിന്റെ ടൈൽസ് വേണേ മാറ്റാം, പെയിന്റ് വേണേ മാറ്റാം, റൂഫ് വേണേ മാറ്റാം, എന്ത് കളർ, പെയിന്റിന്റെ കളർ വേണേ മാറ്റാം, എന്ത് വേണേ മാറ്റാം. പക്ഷേ പില്ലേഴ്സ് മാറ്റരുത്. എന്റെ വീട്ടിന്റെ പില്ലേഴ്സും അതിന്റെ ഫൗണ്ടേഷനും ബേസിക് സ്ട്രക്ചറും ഉണ്ട്, അത് മാറ്റാൻ പറ്റില്ല. എന്ത് ചേഞ്ചസോ വരുത്തിക്കോ, കളർ അടിച്ചോ, ഓടിട്ട വീടാണെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്തോ, ഫ്ലോറിൽ ടൈൽസ് ഇട്ടോ, എന്ത് വേണോ, പെയിന്റിന്റെ കളർ മാറ്റിക്കോ. പക്ഷേ പില്ലേഴ്സ് മാറ്റരുത്, വീടിന്റെ പില്ലേഴ്സ് മാറ്റരുത്, ഫൗണ്ടേഷൻ മാറ്റരുത്, ആ ബേസിക് സ്ട്രക്ചർ, ആ വീടിന്റെ ബേസിക് സ്ട്രക്ചർ മാറ്റരുത്. പൊളിച്ചു കളഞ്ഞ് പുതിയ വീടുണ്ടാക്കാൻ പറ്റില്ല. പറഞ്ഞില്ലേ, ഒരു പേപ്പർ തന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളതിൽ ഒരു തുണി തന്നിട്ട് നിങ്ങൾക്ക് ആ തുണി വെച്ച് എന്ത് വേണോ ചെയ്യാം, നിങ്ങൾക്ക് സ്കർട്ടോ ടോപ്പോ മാസ്കോ എന്ത് വേണോ ഉണ്ടാക്കിക്കോ. പക്ഷെ ചുരുട്ടിക്കൂട്ടി കളയരുത്. പേപ്പർ തന്നില്ലേ, പേപ്പർ ചുരുട്ടിക്കൂട്ടി കളയരുത്. ബേസിക് സ്ട്രക്ചർ മാറ്റരുത്. അതിന് ചേഞ്ചസ് ഒക്കെ വരുത്തിക്കോ, പക്ഷെ ബേസിക് സ്ട്രക്ചർ മാറ്റരുത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെന്റ് ചെയ്തോ, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ മാറ്റരുത്. എന്താണ് ബേസിക് സ്ട്രക്ചർ എന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല, പക്ഷേ മനസ്സിലാവുമല്ലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു എസൻസ് ഉണ്ട്, ഒരു സോൾ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ബേസിക് സ്ട്രക്ചർ മാറ്റരുത് എന്ന് പറഞ്ഞു. അപ്പോ CJ സിക്രി അല്ലെ നമ്മുടെ ജസ്റ്റിസ് സിക്രി ആ ജഡ്ജ്മെന്റിൽ കുറച്ച് കാര്യങ്ങളെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് ചോദിച്ചാൽ, supremacy of the constitution, constitutionന്റെ supremacy, a republican and democratic form of government, അത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. സെക്യുലാരിസം, എന്താണ് സെക്യുലാരിസം?
എല്ലാ റിലീജിയനെയും ഒരുപോലെ കാണുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലേ സെക്യുലാരിസം. അത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഫെഡറലിസം, അതായത് യൂണിയനും സ്റ്റേറ്റും ആയിട്ടുള്ള ഡിവിഷൻ ഇല്ലേ ഫെഡറലിസം, അത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലേ, ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ജുഡീഷ്യൽ റിവ്യൂ എന്താണ്, കോടതിക്ക് റിവ്യൂ ചെയ്യാനുള്ള റൈറ്റ്, അത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്ക്, കേശവാനന്ദ ഭാരതി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവന്ന കേസ് ചെയ്ത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇയർ ഏത് 1973. ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് സിക്രി. എന്തോ പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ് അമെന്റ് ചെയ്തോ, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ മാറ്റരുത്. ആ ഡിസിഷനിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക് സ്ട്രക്ചർ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റിപ്പബ്ലിക് ആൻഡ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ്, സെക്യുലാരിസം, ഫെഡറലിസം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ജുഡീഷ്യൽ റിവ്യൂ. ഇതെല്ലാം ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണ്. പക്ഷേ എന്തല്ല, ഈ ലിസ്റ്റ് എക്സ്വാസ്റ്റീവ് അല്ല, വെറും ഇലിസ്ട്രേറ്റീവ് ആണ്. ഇത് മാത്രമല്ല, കാലാകാലങ്ങളിൽ വേറെ കാര്യങ്ങളും നമ്മൾ ബേസിക് സ്ട്രക്ചർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും, അതും ഈ ലിസ്റ്റിൽ വരും. സോ ഇതൊരു ഇലിസ്ട്രേറ്റീവ് ലിസ്റ്റ് ആണ്. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അവർ ഈ കേസിൽ എത്രയും അനലൈസ് ചെയ്തു, പക്ഷെ ഇത് മാത്രമല്ല വേറെയും വന്നിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ, വെരി ഇമ്പോർട്ടന്റ് ഡിസിഷൻ. ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, ആർട്ടിക്കിൾ 13, 368 യുദ്ധമൊക്കെ നിർത്തി ഒരു ബാലൻസ്ഡ് അപ്രോച്ച് കൊണ്ടുവന്ന കേസാണ് ഇത്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്നിട്ട് അതിൽ എന്തോ പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ് എന്ത് വേണോ അമെന്റ് ചെയ്തോ, പക്ഷേ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ അമെന്റ് ചെയ്യരുത്. എന്താണ് ബേസിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തില്ല, പക്ഷെ ബേസിക് പില്ലേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, ഇതിൽ ഏതൊക്കെയാണ് കേശവാനന്ദ ഭാരതിയിലെ ബേസിക് സ്ട്രക്ചർ എന്ന് അനലൈസ് ചെയ്തതെന്ന് ചോദിക്കും. ഈ എലമെന്റ്സ് ഒക്കെ ബേസിക് സ്ട്രക്ചർ വരും. ഇത് മാത്രമല്ല, കാലാകാലങ്ങളിൽ വേറെ പല എലമെന്റ്സും നമുക്ക് ബേസിക് സ്ട്രക്ചറിൽ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്വാസ്റ്റീവ് അല്ല, പക്ഷെ ഇത് മാത്രമല്ല ഇലിസ്ട്രേറ്റീവ് മാത്രമാണ് എന്ന് പറഞ്ഞ കേസാണ് ഇത്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ഇമ്പോർട്ടന്റ് ഡിസിഷൻ. അത് കഴിഞ്ഞിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബേസിക്സ്, അത് ഇത് വെച്ച് നോക്കാം നമുക്ക്, അല്ലെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അപ്പോ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നറിയോ, 39th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നു. 39th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടില് 39th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലെ കുറച്ച് കഥയാണ്. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഇൻവാലിഡ് ആയിട്ട്, ഇലക്ഷൻ മാൽ പ്രാക്ടീസസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇൻവാലിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തൊരു സമയമാണ്. ആ കേസ് എഗൻസ്റ്റ് ആയിട്ട്, അപ്പൊ ഇലക്ഷൻ ഇൻവാലിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു, അതിന് എഗൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തു. സുപ്രീം കോടതി കൊടുത്തിട്ട്, അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അപ്പീൽ പോയതിനു ശേഷം ഹൈക്കോടതി പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഇൻവാലിഡ് ആണ്, കാരണം മാൽ പ്രാക്ടീസസ്, ബോംബെ ഹൈക്കോടതി പറഞ്ഞു മാൽ പ്രാക്ടീസസ് നടന്നിട്ടുണ്ട്. അതിന് എഗൻസ്റ്റ് സുപ്രീം കോടതി അപ്പീൽ പോയി. സുപ്രീം കോടതി അപ്പീൽ പോയിട്ട് ആ അപ്പീൽ ഇന്ന് കേൾക്കുന്നതിന്റെ തലേ ദിവസം പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരികയാണ്. 39th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പുതിയ ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തു, ആർട്ടിക്കിൾ 329A. ആർട്ടിക്കിൾ 329A എന്ത് പറഞ്ഞു? ആർട്ടിക്കിൾ 329A പറഞ്ഞു, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ ഇവരുടെ ഇലക്ഷൻ ഇൻവാലിഡ് ആണ് എന്ന് പറയാൻ. ഓക്കെ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ ഇവരുടെ ഇലക്ഷൻ ഇൻവാലിഡ് ആണ് എന്ന് പറയാനുള്ള റൈറ്റ് ആർക്കില്ല എന്ന് പറഞ്ഞു? സുപ്രീം കോടതിക്കില്ല എന്ന് പറഞ്ഞു. ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സിൽ ജുഡീഷ്യൽ റിവ്യൂ, നേരത്തെ നമ്മൾ പറഞ്ഞ ജുഡീഷ്യൽ റിവ്യൂ എന്തിന്റെ പാർട്ടാണ്? ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണ്. അതിനുശേഷം 39th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിൽ പുതിയൊരു ആർട്ടിക്കിൾ കൊണ്ടുവന്ന ഇമ്പോർട്ടന്റ് ആണ്, ആർട്ടിക്കിൾ 329A. 329A പ്രകാരം എന്ത് പറഞ്ഞു? ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, സ്പീക്കർ ഇവരുടെ ഇലക്ഷനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട് ഹിയർ ചെയ്യാനും ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം കോടതിക്കില്ല, സുപ്രീം കോടതിക്കില്ല എന്ന് പറഞ്ഞു. കൊണ്ടൊരു ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തു, ആർട്ടിക്കിൾ 329A. ഇതിനു മുമ്പ് സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 71 ഉണ്ടായിരുന്നു, അതിനെ സ്റ്റക്ക് ഡൗൺ ചെയ്തു. എന്നിട്ടാണ് ഈ പുതിയ ആർട്ടിക്കിൾ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഇന്ദിരാഗാന്ധി എന്നൊരു ഇലക്ഷനിൽ കണ്ടസ്റ്റ് ചെയ്തു, ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ തോറ്റു. അതിന്റെ ഭാഗമായിട്ട് പുതിയ ഗവൺമെന്റ് വന്നു. പുതിയ ഗവൺമെന്റ് വന്നിട്ട് എന്തോ ചെയ്തു? പുതിയ ഗവൺമെന്റ് വന്നിട്ട് ഈ ആർട്ടിക്കിൾ 329A എടുത്തു കളഞ്ഞു, എന്നിട്ട് 71 തിരിച്ചു കൊണ്ടുവന്നു. കഥ അതുപോട്ടെ. അതിനുശേഷം 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്.
42nd ഇത്രയും നിൽക്കട്ടെ, ഇത്രയും മനസ്സിലായല്ലോ. ബേസിക് സ്ട്രക്ചർ വന്നു, ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ കേസ് വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതുവരെയുള്ള ആ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം, എന്നിട്ട് അതിനകത്തോട്ട് വരാം. ആദ്യത്തെ കേസ് ശങ്കരി പ്രസാദ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ശങ്കരി പ്രസാദ് നമുക്കറിയാം, ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ആയിരുന്നു. ആർട്ടിക്കിൾ 368 ഇൻക്ലൂഡ് ചെയ്ത് എല്ലാം അമെന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു സജൻ സിംഗ്. ഇനി ആ ഒരു ലോങ് ഹിസ്റ്ററി നിങ്ങൾ എക്സാം റിവ്യൂല് വേണ്ട, സോ ഈ ചാപ്റ്ററിലൂടെ പറയാം. സോ സജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. സജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനിൽ എന്തോ പറഞ്ഞു, പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, റീഅഫേം ചെയ്തു ശങ്കരി പ്രസാദിന്റെ കേസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് IC ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് സ്പീഡിന് പറഞ്ഞു പോകുന്നത്. ഓവർ റൂൾഡ് ശങ്കരി പ്രസാദ് ആൻഡ് സജൻ സിംഗ്. എന്നിട്ട് പറഞ്ഞു പാർലമെന്റ് കനോട്ട് അമെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇമ്പോർട്ടന്റ് ഡിസിഷൻ കേശവാനന്ദ ഭാരതി 1973 ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവന്നു. പാർലമെന്റിന് ഏത് പാർട്ട് വേണോ അമെന്റ് ചെയ്യാം. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ഇവിടെ നിർത്തിയില്ല, ഇനിയും കാത് തുടരുന്നു. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നരെ. ആ കേസ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ സ്റ്റക്ക് ഡൗൺ ചെയ്തു, പുതിയ ആർട്ടിക്കിൾ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഏത് ആർട്ടിക്കിളാ കൊണ്ടുവന്നേ? 329A കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ. 329A കൊണ്ടുവന്നു, പുതിയ ആർട്ടിക്കിൾ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അതിന് അഗേൻസ്റ്റ് ആയിട്ട് പോയി ഡിസിഷൻ വന്ന കേസാണ് ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നരെ. ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നരയിലെ ജുഡീഷ്യൽ റിവ്യൂ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ക്ലോസ് കൊണ്ടുവന്നില്ലേ, 329A കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ. ആ ക്ലോസിനെ സ്റ്റക്ക് ഡൗൺ ചെയ്തു. എന്നിട്ട് എന്തോ പറഞ്ഞു, ജുഡീഷ്യൽ റിവ്യൂ ഇസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. ജുഡീഷ്യൽ റിവ്യൂ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞു ഈ കേസിൽ. ഓക്കെ, ആ കേസിന്റെ ഭാഗമായിട്ട് അങ്ങനെ പുതിയ 329A കൊണ്ടുവന്നു. 329A കൊണ്ടുവന്നിട്ട് സുപ്രീം കോടതിക്ക് റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞില്ലേ, അതിന് അഗൻസ്റ്റ് ആയിട്ട് പോയ കേസാണ് ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നരെ. അതിനകത്ത് പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞിട്ട് അത് സ്റ്റക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിക്കുന്ന കേസാണ് സുപ്രീം കോർട്ട് അസോസിയേഷൻ ഓൺ NGSC കേസ് എന്ന് പറയും, നാഷണൽ ജുഡീഷ്യൽ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിനകത്ത് എന്തോ പറഞ്ഞു, NGSC ആക്ട്, അതായത് നമ്മളെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ കമ്മീഷൻ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ഒക്കെ കൊണ്ടുവന്നു. അതിനകത്ത് പറഞ്ഞു ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസാണ് അത്. അപ്പൊ ഇന്ദിരാഗാന്ധി വേഴ്സസ് രാഷ്ട്രീയയിൽ എന്തോ പറഞ്ഞു, ജുഡീഷ്യൽ റിവ്യൂ അല്ലെ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാനുള്ള റൈറ്റ്. ആ റൈറ്റ് ഇല്ല പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും സ്പീക്കറിന്റെയും ഇലക്ഷനിൽ എന്ന് പറഞ്ഞു പുതിയ ആർട്ടിക്കിൾ കൊണ്ടുവന്നില്ലേ, അതിനെ സ്റ്റക്ക് ഡൗൺ ചെയ്തു. അങ്ങനെ അമെന്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം എന്താണ്? പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു അമെന്റ്മെന്റും കൊണ്ടുവരരുത് എന്നാണ് കേശവാനന്ദ ഭാരതി പറഞ്ഞത്. സോ അതുകൊണ്ടാണ് അത് സ്റ്റക്ക് ഡൗൺ ചെയ്തത്. അതാണ് ഇന്ദിരാഗാന്ധിയിൽ പിന്നെ ബേസിക് സ്ട്രക്ചറായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന ബോർഡർ ചേഞ്ച്. സ്റ്റേറ്റ് ഓഫ് കർണാടക വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിനകത്തും ഫെഡറലിസം ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് കേശവാനന്ദ ഭാരതി പറഞ്ഞു. അതിനൊന്നുകൂടെ റീഅഫേം ചെയ്തു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1980 ഉണ്ടായ കേസാണ് മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ മിനർവ മിൽസിന്റെ കേസിൽ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞാല്, ഇതിൽ ആദ്യം പറഞ്ഞത് ജുഡീഷ്യൽ റിവ്യൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് ഒന്ന്. ഇനി ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP. എന്താണ് DPSP? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, DPSP എന്ന് പറയുന്നത് നമുക്ക് കോടതിയിൽ DPSP എൻഫോഴ്സ്, നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താൽ റിറ്റ് വഴി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. DPSP എങ്ങനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? DPSP കോടതിയിൽ പോയി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതല്ല ഇതിൽ പറഞ്ഞത് ചോദിക്കാം, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എൻഫോഴ്സിബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ DPSP വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല. അതല്ല ഇവിടുത്തെ കഥ. മിനർവ മിൽസിൽ പറഞ്ഞത്, മിനർവ മിൽസിൽ പറഞ്ഞു judicial review and balance between fundamental rights and DPSP ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അപ്പൊ DPSP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗവൺമെന്റ് ലോസ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ലോ ഉണ്ടാക്കാൻ. അങ്ങനെ ലോ ഉണ്ടാക്കാൻ ഗവൺമെന്റിന് കൊടുക്കുന്ന ഡയറക്ഷനാണ് DPSP-യിലുള്ളത്. ഓക്കെ, ഗവൺമെന്റിന് കൊടുക്കുന്ന ഡയറക്ഷനാണ് DPSP-യിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ DPSP ഫണ്ടമെന്റൽ റൈറ്റും കൂടി ഉള്ള ബാലൻസ്, ഫണ്ടമെന്റൽ റൈറ്റ് DPSP-യേക്കാൾ അല്ലെങ്കിൽ DPSP ഫണ്ടമെന്റൽ റൈറ്റിനേക്കാളും മുകളിലെന്നില്ല. ഈ DPSP ഫണ്ടമെന്റൽ
ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള ബാലൻസും അതുപോലെ ജുഡീഷ്യൽ റിവ്യൂവും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസാണ് ഇത് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇമ്പോർട്ടന്റ് ആണ്. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ എന്തോ പറഞ്ഞു, ജുഡീഷ്യൽ റിവ്യൂ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സും BPSPയും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. സോ കേശവാനന്ദ ഭാരതി കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് നോക്കേണ്ട കേസ് ഒന്ന് ശങ്കരി പ്രസാദ്. കേശവാനന്ദ ഭാരതി കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി നെഹ്റു വേഴ്സസ് രാജ് നരേൻ. ഈ കേസ് നോക്കണം. ഇന്ദിരാഗാന്ധി നെഹ്റു വേഴ്സസ് രാജ് നരേനിലാണ് ജുഡീഷ്യൽ റിവ്യൂ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞത്. സോ ആ കേസ് നോക്കണം. ആ കേസിന്റെ ഫാക്ട് ഞാൻ പറഞ്ഞല്ലോ. ആ കേസ് എല്ലാ കേസിന്റെയും ഫാക്ട് നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ, അതുപോലെ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റും BPSPയും തമ്മിൽ ബാലൻസ് വേണം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഗവൺമെന്റിന് കൊടുക്കുന്ന ഡയറക്ഷൻസ് ആണ് ലോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണം. അതും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള ബാലൻസ്. ഇതിൽ ഒരാൾ പ്രിവെയിൽ ചെയ്യുമെന്ന് പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതിപ്പോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എന്തായാലും ഈ കേസിൽ എന്ത് പറഞ്ഞു? ഈ കേസിൽ പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂവും ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സും BPSPയും പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞ കേസ് ഏതാണ്? മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഫാക്ട്സിലോട്ട് പോകുന്നില്ല, വേറൊരു അവസരത്തിൽ ഫാക്ട്സ് പറഞ്ഞുതരാം. സോ അതാണ് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അടുത്ത കേസ് വാമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. വാമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയില് ഉണ്ടായ പ്രശ്നം എന്തോന്ന് ചോദിച്ചാല്, നേരത്തെ നമ്മൾ ഗോലക്നാഥിന്റെ കേസ് പറഞ്ഞതുപോലെ നമ്മുടെ കേശവാനന്ദ ഭാരതി ഡിസിഷൻ വരുന്നതിന് മുമ്പ് കുറെ അമെന്റ്മെന്റ്സ് നടന്നിട്ടുണ്ടല്ലോ. അതായത് എന്താണ് കേശവാനന്ദ ഭാരതി ഡിസിഷൻ വന്ന 1973 24th April 1973 കേട്ടോ ആ ഡിസിഷൻ വരുന്നത്. April 23 1973 കേശവാനന്ദ ഭാരതി ഡിസിഷൻ വരുന്നത്. ആ കേശവാനന്ദ ഭാരതി ഡിസിഷൻ വരുന്നതിന് മുമ്പുള്ള അമെന്റ്മെന്റ്സ് ഒക്കെ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്താലും വാലിഡ് ആണ്. കേശവാനന്ദ ഭാരതിക്ക് ശേഷം വരുന്ന അമെന്റ്മെന്റ്സ് മാത്രമേ ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്ത വാലിഡ് അല്ലാതെ ആകത്തുള്ളൂ. ഇത് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് നമ്മൾ പറഞ്ഞില്ലേ, ആ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കേസാണ് വാമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അത് ഇമ്പോർട്ടന്റ് ആണ്. വാമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഏത് കേസിലാണ്? ബേസിക് സ്ട്രക്ചർ കേശവാനന്ദ ഭാരതി കേസിന് ശേഷം വയലേറ്റ് ചെയ്താൽ മാത്രമേ ഇൻവാലിഡ് ആവൂ. അതിന് മുമ്പ് വയലേറ്റ് ചെയ്ത ഇൻവാലിഡ് ആവില്ല എന്ന് പറഞ്ഞ കേസാണ് ഇത്. കാര്യം ഈ കേശവാനന്ദ ഭാരതി ഡിസിഷൻ കഴിഞ്ഞപ്പോൾ കുറെ അമെന്റ്മെന്റ്സും ഒക്കെ ആളുകൾ കോടതിയിലെത്തി. ഇതെല്ലാം ബേസിക് സ്ട്രക്ചറിന് വയലേറ്റ് ചെയ്യുന്നില്ലേ, ഇൻവാലിഡ് ആയിട്ട് പ്രഖ്യാപിക്കേണ്ടത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വാമൻ റാവു പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ കേശവാനന്ദ ഭാരതി ഡിസിഷൻ 24th April 1973 വന്നു. അപ്പൊ അതിനുശേഷം 25th April 1973 തൊട്ട് ഏതെങ്കിലും അമെന്റ്മെന്റ് കൊണ്ടുവന്ന് അത് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇൻവാലിഡ്. അതിന് മുമ്പുള്ളത് നമ്മൾ നോക്കില്ല, അത് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. പക്ഷെ അതിനുശേഷം ഇനി നേരത്തെ IC ഗോലക്നാഥ് നമ്മൾ പറഞ്ഞില്ലേ, ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ലോ ഉണ്ടാക്കരുതേ പാർലമെന്റ് എന്ന് പറഞ്ഞില്ല. അതുപോലെ കേശവാനന്ദ ഭാരതി ഡിസിഷന് ശേഷം 24th April 1973 ശേഷം ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നിയമം ഉണ്ടാക്കരുതേ പാർലമെന്റ്. പക്ഷെ അതിനുശേഷം ഉണ്ടാക്കുന്ന ലോസ് മാത്രം നോക്കിയാൽ മതി, അതിന് മുമ്പുള്ളത് കോടതി കേൾക്കില്ല എന്ന് പറഞ്ഞ കേസാണ് ഇത് വാമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. SR ബൊമ്മയില് പഠിച്ചു വെച്ചിരുന്നാൽ മതി. സെക്യുലാരിസം, ഫെഡറലിസം, ഡെമോക്രസി. സെക്യുലാരിസം, ഫെഡറലിസം, ഡെമോക്രസി ഇതെല്ലാം ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണ് എന്ന് പറഞ്ഞു. ഇനി IR കൊയ്ലോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്. നേരത്തെ ഞാൻ പറഞ്ഞു 9th ഷെഡ്യൂളിൽ കുറച്ച് ലോസ് ഉണ്ട്, അതൊന്നും കോടതിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ IR കൊയ്ലോയിൽ പറഞ്ഞു 9th ഷെഡ്യൂളിൽ 1973 ശേഷം, അതായത് 24th April 1973 ശേഷം ഏതെങ്കിലും പുതിയ ലോസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഇട്ട് വെച്ച ലോസ് എന്ത് വയലേറ്റ് ചെയ്താ? ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്താ അത് റിവ്യൂ ചെയ്യാൻ പറ്റും പാർലമെന്റിന്. 9th ഷെഡ്യൂളിൽ പൊതുവെ പറഞ്ഞത് 9th ഷെഡ്യൂളിലുള്ള ഒരു ലോസും റിവ്യൂ ചെയ്യാനുള്ള റൈറ്റ് ആർക്കില്ല? പാർലമെന്റിന് ഇല്ല എന്ന് പറഞ്ഞു. സോറി, ജുഡീഷ്യറിക്ക് ഇല്ല എന്ന് പറഞ്ഞു, സുപ്രീം കോടതിക്ക് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണ്. IR കൊയ്ലോയിൽ പറഞ്ഞു 24th April 1973 ശേഷം 9th ഷെഡ്യൂളിൽ ഒരു പുതിയ ലോ ഇട്ടു. അത് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്ത സ്റ്റെപ്പ് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ ഇത് ലാസ്റ്റ് വരേണ്ടായിരുന്നു. നാഷണൽ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഡീഷ്യറി എങ്ങനെയാണ്? പരമോന്നതമായ നീതിപീഠം, ഒന്നിലും
ഒന്നിനോടും അടിയറവ് പറയരുത് അല്ലെ, ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസിലും ജുഡീഷ്യറി പെടരുത്. സോ ആ നാഷണൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ഇതാണ്. അപ്പോ നോക്ക്, കേശവാനന്ദ ഭാരതി ഡിസിഷനിലോട്ട് എങ്ങനെ എത്തി നമുക്കറിയാം. ശങ്കരി പ്രസാദ് അതിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന, ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. സജ്ജൻ സിംഗിൽ ശരിവെച്ചു അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. IC ഗോലഖ്നാഥ് അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗും കൊണ്ടുവന്നു. ലാൻഡ്മാർക്ക് ഡിസിഷൻ വന്നു, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 24th April 1973 ഡിസിഷൻ വന്നു. ലോങ്സ്റ്റ് പേജസ് ഉള്ള ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ജഡ്ജ്മെന്റ്, ഏറ്റവും കൂടുതൽ ജഡ്ജസ് ചെയ്ത ജഡ്ജ്മെന്റ് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏത് പാർട്ടും അമെൻഡ് ചെയ്തു, പക്ഷേ ബേസിക് സ്ട്രക്ചറിനെ മുറിച്ചു കളയുന്ന രീതിയിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ദിര നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നരയൻ എന്ന് പറയുന്ന കേസിൽ ജുഡീഷ്യൽ റിവ്യൂ, സുപ്രീം കോടതിക്ക് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ബേസിക് സ്ട്രക്ചറിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞ് സ്റ്റക്ക് ഡൗൺ ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചു? അടുത്ത കേസ് ഏതാണ്? അടുത്ത കേസ് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാക്കണം, ആ ബാലൻസും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസ്. വാമൻ റാവുവിൽ എന്തോ പറഞ്ഞേ, ഈ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന കേസസ് എന്ത് മാത്രമാണ്? 24th April 1973 വന്ന ശേഷം വന്ന കേസസ് മാത്രമേ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ, ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്തോ ഇല്ലയോ നോക്കി. അതിന് മുമ്പുള്ളതിൽ ആപ്ലിക്കബിൾ അല്ല. പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് സെയിം കോൺസെപ്റ്റ്. പിന്നെ SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയില് സെക്യുലറിസം, ഫെഡറലിസം ആൻഡ് ഡെമോക്രസി ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ഏതൊക്കെ കേസിൽ ഏതൊക്കെ എലമെന്റ്സ് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് അനലൈസ് ചെയ്തു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വാമൻ റാവുവിൽ എന്തോ പറഞ്ഞു, 1973 ശേഷമുള്ളത് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. IR കൊയിലോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്ടിൽ എന്തോ പറഞ്ഞു, 9th ഷെഡ്യൂളില്ലേ, 9th ഷെഡ്യൂളില് എന്താ പോസ്റ്റ് 9th ഷെഡ്യൂളില് 1973 ശേഷം ഏതെങ്കിലും ലോസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നു നോക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ്, അത് നിങ്ങൾ പഠിക്കും, ജഡ്ജസ് ട്രാൻസ്ഫർ കേസ് എന്ന് പറയും. ജഡ്ജസ് ട്രാൻസ്ഫർ പഠിക്കുമ്പോൾ അതിനകത്ത് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞു. സോ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ, ഇമ്പോർട്ടന്റ് ആണ്. കേശവാനന്ദ ഭാരതി മറക്കാതിരിക്കുക. ഗോലഖ്നാഥ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗിന്റെ വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. വാമൻ റാവോ പ്രോസ്പെക്റ്റീവ് ഓവർ റൂളിംഗ്. പിന്നെ ഏതിന് കൊണ്ടുവന്നു? നമ്മൾ ബേസിക് സ്ട്രക്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കേസാണ്. അതേപോലെ മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയില് ജുഡീഷ്യൽ റിവ്യൂ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. DPSP നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ റൈറ്റ്സ് തമ്മിലുള്ള ബാലൻസ് അത് ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണ് എന്ന് പറഞ്ഞതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.